ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ബൗളിലാണോ ഈ പുഡിങ് തയ്യാറാക്കുന്നത് അതിൻ്റെ അളവിന് വേണം നമ്മൾ ബ്രെഡിൻ്റെ എണ്ണ ഒന്ന് കൂട്ടിയും കുറച്ചും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ പുഡിംഗ് ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വളരെ തിക്കായിട്ട് വേണം നമുക്കിതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ബ്രെഡും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മൾ ഈ ബൗളിൻ്റെ ഷേപ്പിന് വേണം ബ്രെഡ് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാക്കിയുള്ള സ്ഥലത്തും നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് ആദ്യത്തെ ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ കസ്റ്റാർഡ് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് വീണ്ടും അതേ രീതിയിൽ ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കസ്റ്റാർഡ് ബാറ്റർ ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടിയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററാണ് നമ്മൾ ഇതിലേക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ബദാം ഇതുപോലെ സ്ലൈസായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളത് അതൊക്കെ നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ക്രഷ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നട്ട്സൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.